വിധി വന്നതിന് ശേഷം ദിലീപിന്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണമുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു കാര്യം ദിലീപ് അടിവരയിട്ട് പറയുന്നുണ്ട്. മഞ്ജു വാര്യരുടെ ഒരു പ്രസ്താവനയാണ് ഈ കേസിന്റെ തന്നെ കൊടുക്കാനായിട്ടുള്ള കാരണമായതെന്ന് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടു നോക്കിയേ. സത്യം ജയിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസ്. ദിലീപ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മഞ്ജു പറഞ്ഞ ഇതായിരിക്കുക. ഇതിലുള്ള മഞ്ജുവിന്റെ ഒരു ആ സമയത്ത് നടിയെ ആക്രമിച്ച സമയത്ത് ഉള്ള ഒരു പരിപാടിയാണ്. അതിൽ മഞ്ജു ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതായിരിക്കും ചിലപ്പോൾ. ഇതൊരു വാക്കുകളിൽ കൂടി പറയാൻ പറ്റുന്നൊരു വികാരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് ഈ ഒരു അനുഭവം വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഞങ്ങൾ ആ കുട്ടിയെ പോയി കണ്ടു. ആ കുട്ടി ഈ സാഹചര്യത്തെ നേരിട്ട ആ ഒരു സമചിത്തതയെയും ഒരു മനോധൈര്യത്തെയും കണ്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു. അതിൽ എനിക്ക് അവളെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട്. ഈ ഒരു സാഹചര്യം ഇന്നൊരു അറിയപ്പെടുന്ന വ്യക്തിക്ക് മാത്രമല്ല, ഏതൊരു പെൺകുട്ടിക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അത് മാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ദിലീപുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുള്ള വക്കീലാണ് ഇദ്ദേഹം. സുപ്രീം കോടതിയിൽ പോലും വാദിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിനോട് ദിലീപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ഒരു കാര്യം, അന്നത്തെ സമയത്ത് പോലീസ് സേനയിൽ ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥ, അവർക്ക് മഞ്ജുമായിട്ട് ബന്ധമുണ്ട്. അപ്പം അവരുടെ ഒരു ഗൂഢാലോചനയാണ് ദിലീപിനെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്. ദിലീപിന് ഇതിനെ കൊടുക്കുന്നത് അവരുടെ ഒരു ഗൂഢാലോചനയാണെന്ന് ഈ ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ദിലീപ് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലും വളരെ വ്യക്തമാകുന്നുണ്ട്, എന്നെ കൊടുക്കാനായിട്ട് മഞ്ജുവിന്റെ ഒരു പ്രസ്താവനയാണ്. അതിനോടൊപ്പം തന്നെ അന്നത്തെ സമയത്തുള്ള ഉയർന്നൊരു ഉദ്യോഗസ്ഥയും കൂടെ ഉണ്ട്. ഈ വക്കീലും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് വളരെ ഒരു കാര്യം മാത്രം ഞാൻ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്കിപ്പോൾ എന്താണ് പറയേണ്ടതെന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രശ്നത്തിലുണ്ട്. എന്നാൽ പോലും ഞാൻ പറയാം. ADGP സന്ധ്യ, അതായത് കേരള പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള സന്ധ്യ ആണ് ഇതിലെ കോൺസ്പിറേറ്റർ, അതായത് മുഖ്യ പിന്നെ ഈ പറയുന്ന ക്രിമിനൽ കോൺസ്പിറേറ്റർ നമ്മൾ പറയുന്നത് ഈ 120B ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരാളാണ് ADGP സന്ധ്യയുടെ പിന്നെ മഞ്ജു വാര്യരുമായിട്ടുള്ള ബന്ധം ആണ് ഇത്തരം ഒരു കേസിലേക്ക് നയിച്ചിട്ടുള്ളത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറിഞ്ഞ് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഉന്നതത്തിലിരിക്കുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിനെ കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലേ? ദിലീപിന് നീണ്ട 8.5 വർഷക്കാലം സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും അദ്ദേഹത്തിനെ ഒരുപാട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലേ? കാരണം 89 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. ഒരുപാട് ആൾക്കാരുടെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, വാക്കുകളിലൂടെയുള്ള പീഡനങ്ങൾ അദ്ദേഹം ഏൽക്കേണ്ടി വന്നു. കാരണം അദ്ദേഹം ഒരു തെറ്റുകാരനാണ്, കുറ്റക്കാരനാണ്, പീഡനവീരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമന്റ്സുകൾ അദ്ദേഹം കേൾക്കാനിടയായി, അല്ലേ? ഇതൊക്കെ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങളും ചില ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളോടെയാണ് അദ്ദേഹം ഈ കേസിൽ കുടുങ്ങിയതെന്ന് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് വളരെ അടിവരയിട്ട് പറയുന്നുണ്ട്.
അല്ലേ? അപ്പം അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഈ ഒരു ദിലീപിന്റെ സ്റ്റേറ്റ്മെന്റും വക്കീലിൻ്റെതും മഞ്ജുവിന്റെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് അവരെങ്ങനെ മനസ്സിലാക്കി, അല്ലേ? അവരിത് മനസ്സിലാക്കാതെ ഇങ്ങനെ വെറുതെ വായി തോന്നി പറഞ്ഞു. അപ്പം അതിൽ മഞ്ജുമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ ഒരു ദിലീപ് കാവ്യ വിഷയമൊക്കെ വന്നപ്പോൾ ഇതിനകത്ത് ദിലീപിനെ കൊടുക്കാനായിട്ട് പറ്റും എന്നൊരു സ്കോപ്പ് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ചില ആൾക്കാരുടെ താല്പര്യങ്ങൾ മുഖാന്തരം ചിലപ്പോൾ ആൾക്കാർ കുടുക്കിയത് അങ്ങനെ ആകാം. എന്തായാലും ശരി, കോടതിയിൽ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ സാധിച്ചില്ല പ്രോസിക്യൂഷന്. ഗൂഢാലോചന ഉണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും അവിടെ ഹാജരാക്കാൻ സാധിച്ചില്ല, ഒരു തെളിവ് പോലും ഹാജരാക്കാൻ സാധിച്ചില്ല എന്നാണ് വക്കീൽ പറയുന്നത്. അപ്പം എന്തുമാത്രം അതിനകത്ത് കള്ളത്തരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? എന്തായാലും ദിലീപ് തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുകയാണ്. ആ വിധിയെ നമ്മൾ മാനിക്കണം.